ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ബാലിയും സുഗ്രീവനും തമ്മിൽ എന്താണിത്ര വിരോധമെന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. പണ്ട് മയാസുരസൂനുവായ മായാവിയും ബാലിയും തമ്മിൽ ഗുഹാന്തരത്തിൽ വെച്ച് സങ്കരം നടന്നതും ബാലിയുടെ നിർദ്ദേശമനുസരിച്ച് താൻ വിലദ്വാരം അടച്ചതും കുറെ നാൾ കഴിഞ്ഞ് ബാലി തിരിച്ചു വന്നതും തന്നിൽ ഇല്ലാപ്പഴി ചുമത്തി വധിക്കാൻ ഒരുങ്ങിയതും പ്രാണരക്ഷാർത്ഥം പല സ്ഥലങ്ങളിലും താൻ പലായനം ചെയ്തതും ഒടുവിൽ മതംഗ മഹർഷിയുടെ ശാപത്താൽ ബാലികേറാമലയായി തീർന്ന ഋഷ്യമൂകത്തിൽ വന്ന് അഭയം തേടിയതും തൻ്റെ ഭാര്യയെ ബാലി അപഹരിച്ചെടുത്തതും നിത്യവും തൻ്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ട് സമുദ്രക്കരയിലേക്ക് ചാടിക്കൊണ്ടിരുന്നതും അങ്ങനെ തൻ്റെ ദയനീയമായ പൂർവ്വകഥകൾ മുഴുവനും ദിനകരപുത്രൻ മനോവേദനയോടെ മനുവംശതിലകനെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോഴത്തേക്ക് കപിവരന്റെ കണ്ണുകളിൽ നിന്നും സങ്കടത്തോടെ കണ്ണുനീർ ഒഴുകി വീണു. രാമ സുഗ്രീവന്മാർ പരസ്പരം സഖികളായി വർത്തിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊള്ളാമെന്ന് അഗ്നിസാക്ഷിയായി സത്യപ്രതിജ്ഞ ചെയ്തു. തന്നെ സഹായിക്കാമെന്ന് രാമൻ സത്യം ചെയ്തു എങ്കിലും അമിത ബലവാനായ ബാലിയെ വധിക്കുവാൻ കേവലം ഒരു യുവാവായ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമോ എന്നൊരു സംശയം സുഗ്രീവന്റെ ഹൃദയത്തിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. പാലാഴി മഥനകാലത്ത് തന്നെത്താൻ ഒരു വശത്തു നിന്നുകൊണ്ട് പാശമായ വാസുകിയെ വലിച്ചവനാണ് ബാലി. ആ ശക്തി കൊണ്ട് മത്തായ മന്ദരപർവ്വതം പോലും താഴ്ന്നുപോയി. ലങ്കാധിപനായ രാവണനെ വാലിന്മേൽ തൂക്കിക്കൊണ്ട് 4 സമുദ്രക്കരയിലേക്കും ചാടിയവനാണ് ബാലി. നേരിട്ടു നിന്ന് യുദ്ധം ചെയ്യുന്നവന്റെ പകുതി ബലം ബാലിയിൽ ചെന്നു ചേരണമെന്ന് വരബലവുമുണ്ട്. അത്രയ്ക്ക് അതുല്യ ബലവാനാണ് ബാലി. കൊമ്പുകളിൽ പിടിച്ച് ഇളക്കി കുലുക്കി കഴുത്തു ഞെരിച്ചു പറിച്ചെടുത്ത ദുന്ദുഭിയുടെ തല വലിച്ചെറിഞ്ഞപ്പോൾ തെറിച്ചു വീണെടുത്ത് ഇപ്പോഴും മന്ദരമല പോലെ കിടക്കുന്നു. മാംസമെല്ലാം ദ്രവിച്ചു പോയി കഴിഞ്ഞ് ഇപ്പോൾ അസ്ഥികൂടം മാത്രമേ ഉള്ളൂ. എന്നിട്ടും 1000 ആനകൾ വിചാരിച്ചാലും അതൊന്ന് അനക്കാൻ സാധിക്കുകയില്ല. രാമൻ ചോദിച്ചു, ആ തല എവിടെയാണ് കിടക്കുന്നത്? സുഗ്രീവൻ ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചു. അതാ ഒരു മല പോലെയാ കാണുന്നത് അവന്റെ തലയുടെ അസ്ഥികൂടമാണ്. ഇപ്പോഴും അതിന് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. രാമൻ സുഗ്രീവനും ലക്ഷ്മണനും സഹിതം ആ അസ്ഥികൂടം കിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അതിനെ ആകമാനം ഒന്ന് വീക്ഷിച്ചു. ഇനി ഈ അശുദ്ധമായ മസ്തകം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ തന്റെ ഇടതു കാൽപാദം കൊണ്ട് അതിനെ അനായാസേന തോണ്ടി മേൽപോട്ടേക്ക് എറിഞ്ഞു. നോക്കിയാൽ നോക്കെത്താത്ത ദൂരത്തിൽ ദക്ഷിണ സമുദ്രത്തിൽ അത് ചെന്ന് പൊട്ടിത്തെറിച്ച ഒരു മല പോലെ വീണു. അതോടെ സുഗ്രീവന്റെ സംശയവും തീർന്നു. പണ്ട് ചന്ദ്രവംശത്തിൽ മണിഭദ്രൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കവിക എന്ന ധർമ്മപത്നിയിൽ ജനിച്ച പുത്രന്മാരിൽ 7 പേർ അസുരശില്പിയായ മയനിൽ നിന്നും പല മായാവിദ്യകളും അഭ്യസിച്ചു. മയൻ രാവണപത്നിയായ മണ്ഡോദരിയുടെ പിതാവാണ്. ഒരിക്കൽ ആ പുത്രന്മാർ വിനോദാർത്ഥം ഒരു മായാ സർപ്പത്തെ സൃഷ്ടിച്ച് അതിനെ വാഹനമാക്കി ലോകസഞ്ചാരം നടത്തി. സഞ്ചാരമധ്യേ അവർ ഋഷ്യമൂക പർവ്വതത്തിന് സമീപം എത്തിയപ്പോൾ കുംഭസംഭവനായ അഗസ്ത്യമാമുനി ചമതക്കമ്പുകളും ശേഖരിച്ചു കൊണ്ടുവരുന്നത് കണ്ട് വാഹനമായ ഉരകത്തെ ഭൂമിക്കടിയിൽ വൃത്തവളയമായി ഒളിച്ച് അതിന്റെ മുകളിൽ 7 കൂറ്റൻ സാലമരങ്ങളായി അവർ രൂപം പൂണ്ടുനിന്നു. മഹർഷി നടന്നു വന്ന് അവരുടെ നടുവിൽ അകപ്പെട്ടു. ചുറ്റും ഒന്നിനോടൊന്ന് തൊട്ടുരുമി ഭീമാകാരങ്ങളായ വൃക്ഷങ്ങൾ നിന്നിരുന്നതിനാൽ ഋഷീശ്വരന് ഒരു വശത്തേക്ക് പോകുവാൻ നിവൃത്തിയില്ലാതെയായി. ദിവ്യദൃഷ്ടിയാൽ താപസവര്യൻ സത്യസ്ഥിതി ഗ്രഹിച്ച് ഈ നിലയിൽ നിങ്ങൾ എന്നും നിൽക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. ശാപമോചനം അഭ്യർത്ഥിച്ചപ്പോൾ അനവധി ശതവർഷങ്ങൾ കഴിഞ്ഞ് ത്രേതായുഗത്തിന്റെ മധ്യകാലഘട്ടത്തിൽ ദശരഥപുത്രനായി അവതരിക്കുന്ന രഘുരാമൻ വന്ന് നിങ്ങൾക്ക് മോചനം നൽകും എന്ന് പറഞ്ഞു. ഈ സപ്തസാലങ്ങളുടെ രഹസ്യ ചരിത്രം ദിവ്യജ്ഞാനത്താൽ ദാശരഥിയുടെ മനോദർപ്പണത്തിൽ പ്രതിബിംബിച്ചു. ഭീമാകാരങ്ങളായ തടികളോടുകൂടി നിൽക്കുന്ന ആ സാലങ്ങളെയാണ് രാമചന്ദ്രൻ ഏകസായകം കൊണ്ട് ഭഞ്ജനം ചെയ്യേണ്ടത്. രാമൻ ഒരു ബാണം ഭൂമിക്കടിയിലേക്ക് തൊടുത്തുവിട്ടു. ബാണം ഭൂഗർഭത്തിലെത്തി മായാസർപ്പത്തിന്റെ മസ്തകം ഭേദിച്ചപ്പോൾ അത് നിവരുകയും അതിന്റെ ഫലമായി വൃത്താകാരത്തിൽ നിന്ന വൃക്ഷങ്ങൾ
ഒരേ വരിയിലായി തീരുകയും ബാണം നേരെ ചെന്ന് അവയെ മുറിക്കുകയും ചെയ്തു. എല്ലാം കണ്ണടച്ചു തുറക്കുന്നതിനിടയ്ക്കുള്ള ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ സുഗ്രീവൻ സീതാന്വേഷണാർത്ഥം യാത്ര പുറപ്പെടാൻ തയ്യാറാകുന്നു. എന്നാൽ ലക്ഷ്മണൻ പറഞ്ഞു, തുച്ഛമായ അനുയായികളെ കൂട്ടി എങ്ങനെയാണ് ബഹുകൃതമായ അന്വേഷണം നടത്തുന്നത്? ആദ്യമായി ബാലിവധം നടക്കട്ടെ, അപ്പോൾ സുഗ്രീവൻ രാജാവാകും, അനുയായികളും വേണ്ടുവോളം ഉണ്ടാകും. സുഗ്രീവൻ പോയി ബാലിയെ പോരിന് വിളിക്കുകയാണ്. നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യുന്നവന്റെ പകുതി ബലം ബാലിയിലേക്ക് പോകുമെന്നറിയാവുന്നത് കൊണ്ട് രാമഭദ്രൻ ഒരു മരത്തിന് മറഞ്ഞു നിന്നു. ബാലി വന്നു സുഗ്രീവനുമായി ദ്വന്ദ്വ യുദ്ധം തുടങ്ങി. ഭഗവാൻ തന്നെ ചതിച്ചു എന്ന് കരുതി സുഗ്രീവൻ സങ്കടത്തോടെ പരാതി പറഞ്ഞു. അപ്പോൾ തനിക്ക് ആളെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് ബാണം തൊടുക്കാത്തതെന്നും ഇനി ഒരു പൂമാല്യം കഴുത്തിലിട്ടുകൊണ്ട് ബാലിയെ സുഗ്രീവൻ പോരിന് വിളിക്കണമെന്നും ശ്രീരാമൻ കൽപ്പിച്ചു. അങ്ങനെ ഒരു പൂമാലയും കഴുത്തിൽ ഇട്ടുകൊണ്ട് സുഗ്രീവൻ ചെന്ന് ബാലിയെ വീണ്ടും പോരിന് വിളിക്കുകയാണ്. ഇത് കണ്ട് താര തടഞ്ഞു. യുദ്ധമുഖത്തു നിന്നും ഭയന്നോടിയവൻ വീണ്ടും വന്ന് യുദ്ധത്തിന് വിളിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റാരുടെയോ ബലമായ പിൻബലം സുഗ്രീവനുണ്ടെന്നും അതുകൊണ്ട് യുദ്ധമുഖത്തേക്ക് പോകരുതെന്നും താര ബാലിയോട് പറഞ്ഞു. താര പിന്നീട് ബാലിയോട് പറയുകയാണ്, അംഗദകുമാരൻ ഈയിടെ നായാട്ടിനായി കാനനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു മഹർഷി അവനെ കാണുകയും സന്ദർഭവശാൽ അദ്ദേഹം രാമലക്ഷ്മണന്മാർ ഈ വനത്തിൽ ഉണ്ടെന്നും അവർ ഖരദൂഷണ ത്രിശിരാക്കളെയും അവരുടെ 14,000 രക്ഷോവര പടയെയും കൊന്നൊടുക്കിയെന്നും 3.25 നാഴിക കൊണ്ട് സംഹരിച്ചെന്നും താടക, വിരാധൻ, മാരീചൻ തുടങ്ങിയ നിശാചരന്മാരെ വധിച്ചുവെന്നും രാക്ഷസവർഗ ധ്വംസനമാണ് അവരുടെ ഉദ്ദേശമെന്നും രാമന്റെ പത്നിയെ ലങ്കാ ചക്രവർത്തിയായ രാവണൻ അപഹരിച്ചുകൊണ്ട് പോയെന്നും ദശകണ്ഠനെ വധിച്ച് പത്നിയായ സീതയെ വീണ്ടെടുക്കാനാണ് അവരുടെ ഇപ്പോഴത്തെ സംരംഭമെന്നും സുഗ്രീവനുമായി സഖ്യം ചെയ്യാൻ ശബരി താപസി രാമനെ ഉപദേശിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറയുകയുണ്ടായി. അതുകൊണ്ട് ഒരുപക്ഷെ സീതാന്വേഷണത്തിനായി സുഗ്രീവൻ രാമനെ സഹായിക്കുന്ന പക്ഷം സുഗ്രീവനു വേണ്ടി അങ്ങയെ വധിക്കാനായിരിക്കും ശ്രീരാമൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് താര പറയുകയാണ് ബാലിയോട് യുദ്ധത്തിനായി പോകരുതെന്ന്. എന്നാൽ ബാലി പറയുകയാണ്, രാമഭക്തനായ എൻ്റെ കൂടെയേ അദ്ദേഹം നിൽക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരും, പൂജിച്ചിരുത്താനായി ഞാനൊരു സിംഹാസനം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ബാലി യുദ്ധമുഖത്തേക്ക് പോവുകയാണ്. യുദ്ധത്തിനിടയിൽ ഒരു ബാണം പാഞ്ഞു വന്ന് ബാലിയുടെ മാറിൽ തറച്ചു നിന്നു. വൃക്ഷത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് അതിശക്തമായ മഹേന്ദ്രാസ്ത്രമാണ് മായാമയൻ തൊടുത്തുവിട്ടത്. മഹേന്ദ്ര സായകം കൊണ്ട് മഹേന്ദ്രപുത്രന്റെ മാറിടം പിളർന്നു. ബാലി കുലുങ്ങിയില്ല, പതറിയില്ല. വിശിഖം പുറപ്പെട്ട സ്ഥലത്തേക്കൊന്ന് വീക്ഷിച്ചു. ജടാമകുടം പൂണ്ട് ദക്ഷിണഹസ്തത്തിൽ ബാണവും വാമഹസ്തത്തിൽ ചാപവും ധരിച്ചു നിൽക്കുന്ന രഘുകുല തിലകന്റെ നീല കോമള കളയബരം ബാലി കണ്ടു. ആ കപീന്ദ്രന്റെ കൈകൾ മുകുളീകൃതങ്ങളായി. അതോടുകൂടി ആ വീര വാനര രാജേന്ദ്രൻ നിലം പതിച്ചു. ബാലിയുടെ പതന വൃത്താന്തമറിഞ്ഞ് താരയും അംഗദനും പാഞ്ഞെത്തി. താര താപകോപങ്ങളോടെ ചോദിച്ചു, രാമചന്ദ്ര, ചതിപ്രയോഗം ഒരു ക്ഷത്രിയ രാജകുമാരന് ഭൂഷണമാണ്. അങ്ങ് എന്താണ് ഈ കാണിച്ചത്? ഒരു സ്ത്രീയായ താടകയെ പോലും അങ്ങ് വധിച്ചു എന്ന് പറയുകയാണ്. രാമൻ പറഞ്ഞു, സാധുജന ദ്രോഹം ചെയ്യുന്നവർ ആരു തന്നെയായാലും അവർ വധിക്കപ്പെടേണ്ടവരാണ്. ശാപം മൂലം രാക്ഷസിയായി ഭവിച്ച താടകയുടെ രാക്ഷസി ഗാത്രം നശിപ്പിച്ച് അവളുടെ പൂർവ്വസ്വരൂപം നൽകുകയാണ് ചെയ്തത്. അത് വധമാകുമോ? ഭാർഗവരാമൻ സ്വന്തം മാതാവിനെ വധിച്ചിട്ട് അദ്ദേഹത്തിന്റെ അവതാര മഹത്വത്തിന് വല്ല കുറവും സംഭവിച്ചോ? ബാലി സുഗ്രീവന്മാർക്ക് അമ്മയില്ല. അവരെ അമ്മയായി വളർത്തിയത് അഹല്യയാണ്. ആ അഹല്യയെ ശപിച്ച് പാറയാക്കിയപ്പോൾ അവരെ കുറിച്ചോർത്ത് ഒരു തുള്ളി കണ്ണുനീര് പോലും ബാലി പൊഴിച്ചോ? കല്ലായി കിടക്കുന്ന മാതാവിനെ ഒന്നുപോയി കാണാനുള്ള ആഗ്രഹം ബാലിക്കുണ്ടായോ? എന്തൊരു കൃതജ്ഞതയാണത്! മാതൃഹത്യയേക്കാൾ വലിയ പാപമല്ലേ അത്? ദേവി, ഭവതിയുടെ ഭർത്താവിന് തന്റെ ജഡം ഉപേക്ഷിക്കേണ്ട കാലഘട്ടമാണിത്. അതിന് ഞാനൊരു കാരണക്കാരനായി എന്ന് മാത്രം ധരിച്ചാൽ മതി. ബാലി രാമനോട് ചോദിക്കുകയാണ്, സുഗ്രീവനെ കൊണ്ട് എന്ത് സഹായമാണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്? എന്നെ കൊണ്ട് എന്ത് സഹായമാണ് ചെയ്യാൻ സാധിക്കാത്തത്? അങ്ങയുടെ പത്നിയെ അന്വേഷിച്ചാണെങ്കിൽ ഈ പറയുന്ന രാവണനെ പിടിച്ചു കെട്ടി അവന്റെ ലങ്ക സഹിതം
ഇവിടെ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ തക്ക ശക്തനാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള എന്നോടുമായി സഖ്യം ചെയ്യാതെ അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ ചതിച്ചു വീഴ്ത്തിയത് എന്ന് ചോദിക്കുകയാണ്. രാമൻ പറഞ്ഞു, അനുജന്റെ ധർമ്മപത്നിയായ രുമാദേവിയെ അങ്ങ് ബലമായി പരിഗ്രഹിച്ചു. ആ അധർമ്മ പ്രവൃത്തി ചെയ്യാൻ അങ്ങയ്ക്ക് അറപ്പ് തോന്നിയില്ലല്ലോ. പുത്രി, പുത്രഭാര്യ, സഹോദരി, സഹോദര ഭാര്യ, മാതാവ് ഇവർ തമ്മിൽ യാതൊരു ഭേദവുമില്ല. ഇത്തരം അധർമ്മങ്ങൾ ചെയ്യുന്ന പാപികളെ നിഗ്രഹിക്കേണ്ടത് രാജധർമ്മമാണ്. അതാണ് ഞാൻ ചെയ്തത്. അതുപോലെ വാനരശ്രേഷ്ഠനായ കേസരിയുടെ പത്നി അഞ്ജന ഗർഭവതിയായപ്പോൾ ആ ഗർഭം ഛിദ്രിപ്പിക്കാൻ വേണ്ടി ആ സ്ത്രീയെ കൊണ്ട് പഞ്ചലോഹ ചൂർണം അങ്ങ് ഭക്ഷിപ്പിച്ചു. നീതിനിഷ്ഠനായ ഒരു വംശാധിപന്റെ ധർമ്മമാണോ അത്? ഭ്രൂണഹത്യ കൊടിയ പാപമല്ലേ? പരമശിവ സംഭൂതമായ ആ പ്രജയായിരുന്നു. ആ പ്രജ വളർന്നു വന്നവനല്ലേ ഈ നിൽക്കുന്ന ഹനുമാൻ. അതുമൂലം കാലാരിയുടെ കോപത്തിനും അങ്ങ് പാത്രമായി. ഇതെല്ലാം അധർമ്മങ്ങളാണ്. ലങ്കയും കിഷ്കിന്ധയും എന്നും മിത്രരാജ്യങ്ങളായി വർദ്ധിക്കുമെന്ന് നിങ്ങൾ അഗ്നിസാക്ഷിയായി സത്യം ചെയ്തവരല്ലേ. ലോകകണ്ടകനും പാപിയും അധർമ്മിയും ദുഷ്ടനുമാണ് രാവണൻ. അവന്റെ മിത്രവും സഖനുമായ അങ്ങും ആ നിലയിൽ പാപിയും അധർമ്മിയുമാണ്.